അപ്പോൾ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ചോദ്യമാണ്. ഇതിനെ വളരെ സീരിയസ് ആയോ ശാസ്ത്രീയപരമായോ ചിന്തിച്ച് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പുറത്തിറങ്ങുന്നു. സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു, ഹിറ്റാവുന്നു, സൂപ്പർ ഹിറ്റാവുന്നു, പിന്നെ കൈവിട്ട ലെവലിലേക്ക് ഹിറ്റാവുന്നു. ഒടുക്കം മലയാളത്തിലെ ആദ്യത്തെ 200 കോടി നേടുന്ന സിനിമയായാണ് അത് കളം വിട്ടത്. അപ്പോൾ ആ സിനിമ ഇത്ര വലിയ വിജയമായതോടെ അക്കാലത്ത് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെയും, അതായത് യഥാർത്ഥത്തിൽ കൊടൈക്കനാലിൽ പോയ ആ 10-11 പേരെ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയി ഓൺലൈനിൽ കാണാൻ കഴിയുമായിരുന്നു. അവരുടെ പല ഇന്റർവ്യൂസും ടോക്ക് ഷോസും ഒക്കെ അന്ന് സുലഭമായിരുന്നു. അപ്പോൾ തീർച്ചയായും ആ 10-11 പേരുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന 2 മുഖങ്ങൾ അത് കുഴിയിൽ വീണ സുഭാഷിന്റെയും രക്ഷപ്പെടുത്തിയ കുട്ടേട്ടന്റെയും ആയിരിക്കുമല്ലോ. ഇനിയാണ് ചോദ്യം. സിനിമയിൽ ഈ പറഞ്ഞ സുഭാഷായി ശ്രീനാഥ് ബാസി വന്നു. അയാളെ രക്ഷിക്കുന്ന കൂട്ടത്തിലെ ഉത്തരവാദിത്ത ബോധമുള്ള പ്രായം ചെന്ന കുട്ടേട്ടനായി സൗബിൻ ഷാഹിറും അഭിനയിച്ചു. അത് ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ കുട്ടേട്ടനെയും സുഭാഷിനെയും കണ്ടപ്പോൾ എന്റെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പ്രകൃതിക്ക് ഇവരെ രണ്ടുപേരെയും ഡിസൈൻ ചെയ്യുന്നതിൽ മാറിപ്പോയോ എന്നൊരു സംശയം. അതായത് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ അവരെ കാണുമ്പോൾ കുഴിയിൽ വീണ സുഭാഷ് ഒരു ആചാനബാഹുവായ ഒരു മനുഷ്യനും രക്ഷപ്പെടുത്തിയ കുട്ടേട്ടൻ താരതമ്യേന സൈസ് കുറഞ്ഞ കുറവ് പ്രായം തോന്നിക്കുന്ന മറ്റൊരാളും. അപ്പോൾ ഇങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? അതായത് കുട്ടേട്ടന്റെയും സുഭാഷിന്റെയും ശരീരം പ്രകൃതിക്ക് മാറിപ്പോയതുപോലെ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട. സോ ഇങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക.